ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ ഇളയച്ചനല്ല താനെന്നും ശ്രുതിയുടെ കുടുംബത്തെപ്പറ്റി തനിക്ക് അറിയില്ല എന്നുള്ള കാര്യവും നമ്മുടെ വീരാനിക്ക പറയുമ്പോഴത്തേക്കും ഇവളുടെ കൂടെ കൂടി ഒരു കുടുംബത്തെ മുഴുവനും വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് രവിയേട്ടൻ ചോദിക്കുക. ഞാൻ ചെയ്തത് തെറ്റാ, എനിക്കത് അറിയാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടും ഇല്ല എന്ന് പറയുവാണ് വീരാനിക്ക. ഞാനേ അങ്ങനെ ഒരാളല്ല എന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ വീണു പോയതാണെന്നും അദ്ദേഹം പറയും ഇവരോട്. പിന്നെ ഇളയച്ചനായിട്ട് വേഷം കെട്ടിയപ്പോൾ തമാശയായിട്ടാണ് ശരിക്കും എനിക്ക് തോന്നിയത്. പക്ഷേ പോകെയാ അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായതെന്നും അദ്ദേഹം പറയുവാണ് ഇവരോട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഞാൻ പെട്ടുപോയതാണ് സാറെന്നും പറഞ്ഞ് നാഗേന്ദ്രൻ നമ്മുടെ വീരാനിക്ക് ഇങ്ങനെ ഇവരോട് പറയണു. ആ സമയത്ത് ചന്ദ്രമതിയും സൂതിയും ഞടുങ്ങി വിറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ സച്ചിയും രേവതിയും ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക. കാശ് വാങ്ങിയിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, 1 രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ശ്രുതിക്ക് വേണ്ടിയാണ് ഞാൻ കള്ളം പറഞ്ഞതും ഇങ്ങനെ ഒരു വേഷം കെട്ടിയതും എന്നുള്ള കാര്യവും വീരാനിക്ക് ഇങ്ങനെ ഇവരോട് പറയുന്നു. എൻ്റെ ദൈവമേന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണ് ശ്രുതിയെ. അപ്പോഴേക്കും ശ്രുതിക്ക് പേടിയായി തുടങ്ങി. എനിക്ക് അതിലൊരു ലാഭവും കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കേട്ടോ. പിന്നെ ഇവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യവും വീരാനിക്ക് ഇങ്ങനെ കൂട്ടിച്ചേർക്കൊണ്ട് ചെയ്തു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എന്നോടൊരു സഹായം ചോദിച്ചു. ആദ്യം സിനിമയിൽ വേഷം കിട്ടാനായിട്ട് ഞാൻ ഇളയച്ചനായിട്ട് അഭിനയിച്ചതാണ്. പിന്നീട് ഇവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അഭിനയിക്കേണ്ടി വന്നതാണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി ഇവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ആകെ ഇതായിപ്പോയിട്ടോ. ഈ കുടുംബത്തിൽ എല്ലാവരും നല്ലവരാണെന്ന് എനിക്കറിയാവുന്നു, എല്ലാവരും നല്ലവരാ. ഇവൾക്കൊപ്പം ചേർന്ന് ഞാൻ നല്ലവരായ നിങ്ങളെയൊക്കെ ചതിച്ചു, എന്നോട് പൊറുക്കണം, എന്നോട് അതിൻ്റെ കുറ്റബോധമുണ്ട് എനിക്കെന്ന് പറഞ്ഞ് അദ്ദേഹം നിന്ന് ഇങ്ങനെ കരയണു. സുധിയും ചന്ദ്രമതിയും വിറങ്ങലിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ക്ഷമിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ രവിയേട്ടൻ്റെ കാല് പിടിക്കുകയാണ് നമ്മുടെ വീരാനിക്ക. ക്ഷമിക്കണമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും പിടിച്ച് എഴുന്നേൽപ്പിച്ചു വീരാനിക്കെ. അപ്പോൾ അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ വീരാനിക്ക അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. ആ സമയത്തേക്കും നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുക. ഈ സമയത്ത് വീരാനിക്ക നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. ശ്രുതി, ഞാൻ പറഞ്ഞതല്ലേ സത്യം കൂടുതൽ കാലം മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന്, എപ്പോഴായാലും അത് പുറത്തു വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. ചന്ദ്രമതി കലിവേറെ ഇങ്ങനെ നിൽക്കുവാണ്. അതുപോലെ രവിയേട്ടൻ എന്നാ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ആദ്യമേ ആ സത്യം പറഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രയാസം കുറച്ച് കാലത്തേക്കേ കാണുള്ളൂ. പക്ഷേ കള്ളം പറഞ്ഞാലേ വീണ്ടും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതായിട്ടും വരുമെന്നും പറഞ്ഞു. അത് പുറത്താകാതിരിക്കാൻ പല തെറ്റുകളും പിന്നീട് അങ്ങോട്ട് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും ഭയന്ന് കഴിയേണ്ടതായിട്ടും വരുമെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തന്നെ അത് കെടുത്തിക്കളയുമെന്നും പറഞ്ഞു. അപ്പോൾ ശ്രുതി തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെ കേട്ട് ശ്രുതിയുടെ നേരെ അപ്പോഴത്തേക്കും ചന്ദ്രൻ ഇങ്ങനെ കലി കയറി ഇങ്ങനെ താഴേക്ക് എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ രേവതിയും സച്ചിയും ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ. ശ്രുതി, ഇനി നീ എന്നെ വിളിച്ചേക്കരുതെന്ന് പറഞ്ഞു, എന്നെ കാണുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇത്രയും കാലം എന്നിലെ നടനെ ഉപയോഗിച്ച് നീ രക്ഷപ്പെടുകയായിരുന്നു എന്ന് വീരാനിക്ക് ശ്രുതിയോട് പറയട്ടോ. ശ്രുതി നേരത്തെ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കണം. ഇനിയിപ്പോൾ ശ്രുതിക്ക് അവിടെ പോലെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഇനിയിപ്പോൾ വിളിക്കേണ്ട ആവശ്യം വരില്ല. ഇനി നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല എന്നും വീരാനിക്ക ശ്രുതിയോട് പറയാട്ടോ. അങ്ങനെ ശ്രുതിയോടും യാത്ര പറഞ്ഞു നമ്മുടെ വീരാനിക്ക അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നേ. വീരാനിക്ക അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. ഇനി ശ്രുതിയുടെ ഉഴവാണ്. ശ്രുതി ഇങ്ങനെ നിൽക്കും. ഈ സമയത്ത് ശ്രുതി ഭയങ്കര കൊലപ്പിൽ ശ്രുതിയെ നോക്കുക. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പേടിച്ചരണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അയ്യോ, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ. ഈ സമയത്ത് ശ്രുതി ഓടി പെരക്കകത്തേക്ക് കയറിപ്പോയി റൂമിലേക്ക്. അപ്പോൾ നിക്കടി അവിടെയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പിന്നാലെ ചെന്നു. എന്തിനാടി കള്ളം പറഞ്ഞതെന്ന് ചോദിച്ച്. ഈ വീട്ടിലുള്ളവരെയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടല്ലേ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ചോദിക്കാം. എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം മണ്ടന്മാരാണല്ലോ ഇവിടെ ഉള്ളതല്ലേ. എല്ലാവരുടെയും തലയിൽ മുളകരച്ച് തേച്ച് ചെവിൽ ചെമ്പരത്തിപ്പൂവും വെച്ച് തന്നില്ലടി നീ എന്നൊക്കെ സച്ചി ചോദിക്കുന്നു. എന്തിനാ ശ്രുതി നീ ഇങ്ങനെ കാണിച്ചേ? ഈ വീട്ടിൽ ഏറ്റവും ബുദ്ധിശാലി നീയാ. സമ്മതിക്കണം നിന്നെയും നമ്മുടെ രേവതിയും പറയണു. അപ്പോഴത്തേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ മുകളിലോട്ട് കയറി പോവാ. ശ്രുതി എന്ന് പറഞ്ഞു രവിയേട്ടൻ വന്ന് വിളിച്ചു. രവിയേട്ടൻ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. എന്താ ഇതൊക്കെയെന്ന് ചോദിച്ചു. ഇതൊരു വീടാണോ അത് നാടകശാലയാണോ? നീ എന്താ കരുതി വെച്ചിരിക്കുന്നതെന്ന് രവിയേട്ടൻ ചോദിക്കാം. എന്തൊരു അഭിനയം അടി നിൻ്റെ, നീ എന്തൊക്കെയാടി ഇവിടെ കാട്ടിക്കൂട്ടിയത്? പറയുന്നത് മുഴുവനും കള്ളത്തരം. എന്താ നിൻ്റെ ഉദ്ദേശമെന്നൊക്കെ
ശ്രുതിയോട് രവിയേട്ടൻ ചോദിക്കുക. ചന്ദ്ര അന്നേരം വിറഞ്ഞു തുള്ളി ഇങ്ങനെ നിൽക്കുക. എല്ലാം ചെയ്ത് കൂട്ടിട്ട് നിൽക്കണം. ഇപ്പം കണ്ടില്ല, ഇതും അഭിനയം ഇവരുടെ, എല്ലാവരുടെ കള്ളത്തരമാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു. ശ്രുതി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ കരയും കേട്ടോ. ശ്രുതിയാണെങ്കിൽ എല്ലാം തകർന്നു, ജീവിതം തരിപ്പണമായതുപോലെ ശ്രുതി അവിടെ നിൽക്കുന്നു. ചന്ദ്രമതി അന്നേരത്തേനും കലി കയറി ഇങ്ങനെ അതിലിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുക. രവിയേട്ടൻ ഇവളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. നിന്നെ വിശ്വസിച്ച ഒരു കുടുംബത്തെ നീ ഇത്രയും കാലം നീ വഞ്ചിച്ചില്ലേടി, ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കുമല്ലായിരുന്നു ഓടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങളെ എന്നും പറഞ്ഞ് ഓടി ചെന്നു ശ്രുതി. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആരും മണ്ടന്മാരാക്കാൻ വേണ്ടടി, ഒരക്ഷരം നീ മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. ഇനി എനിക്കൊന്നും കേൾക്കണ്ടെന്നും രവിയേട്ടൻ പറയാം. ഒന്നിനും കൊള്ളാത്ത ബുദ്ധിയും വിവരവും ഇല്ലാത്ത മണ്ടന്മാരാണോ ഞങ്ങൾ, അങ്ങനെയാണോ നീ കരുതി വെച്ചിരിക്കണതെന്ന് ചോദിച്ചു. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം പരിഹസിക്കായിരുന്നു നീ അല്ലേ, അങ്ങനെയല്ലേ നീ ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞതെന്നും രവിയേട്ടൻ ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി ഇരുന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിൽ. ചന്ദ്രയും ശ്രുതിയും ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക, എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട്. നീ വലിയ ബുദ്ധിശാലി അല്ലേ, ഞങ്ങളൊക്കെ വെറും വിഡ്ഢികൾ അല്ലേ, അങ്ങനെയല്ലേ നീ കണക്കൂട്ടിയത്, അങ്ങനെയല്ലേ നീ കരുതിയത്. അയ്യോ അല്ല അങ്കളെന്നും പറഞ്ഞുകൊണ്ടാണ് നിന്ന് കരച്ചിലും തുടങ്ങി ശ്രുതി. എനിക്കിത് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല എന്നും ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിന് കള്ളം പറയാൻ കഴിയുമെന്ന് ചോദിച്ചു. ചതിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ രവിയേട്ടൻ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ പല്ലും കടിച്ചു പിടിച്ച് അവിടെ തന്നെ ഇരിക്കുക. ഒരക്ഷരം പോലും ഈ നിമിഷം വരെ മിണ്ടുന്നില്ല. ഇളയച്ചനെന്നും പറഞ്ഞ ഒരാളെ വേഷം കെട്ടിയുള്ള കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. നാണമില്ലടി നിനക്കൊക്കെ അങ്കള് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് കരച്ചിൽ. നീലിമ കാശ് തന്ന കാര്യം മറച്ചു വെച്ചിട്ട് നിന്റെ അച്ഛൻ അയച്ചെന്ന കാശ് കൊണ്ടാണ് ബിസിനസ് തുടങ്ങിയതെന്ന് ആദ്യം നീ കള്ളം പറഞ്ഞു. ഇപ്പതേ വേറൊന്ന്. നിനക്കന്ന് ഞാൻ വാണി തന്നതല്ലേടി, നല്ല മരുമകളായിട്ട് കുടുംബത്തിൽ കഴിയണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലേടി, ആവർത്തിച്ച് ഞാൻ പറഞ്ഞതല്ലേന്നും ചോദിച്ച് രവിയേട്ടൻ ദേഷ്യപ്പെടുമ്പോൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴെങ്കിലും നിനക്ക് ഈ കാര്യം എന്നോട് പറഞ്ഞുകൂടായിരുന്നോ, സത്യമെങ്കിലും പറഞ്ഞുകൂടായിരുന്നു, ഇപ്പോഴാണ് ഇതൊക്കെ പറയേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ. ചന്ദ്രമതി അന്നേരത്തിന് തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ശ്രുതി ഇങ്ങനെ കയ്യും കെട്ടി ഒരു മൂലയ്ക്കും പോയി നിൽക്കുന്നു. അല്ല എങ്ങനെയാ നീ പറയാ, നീ കൊള്ളം മാത്രമല്ലേ പറഞ്ഞ് ശീലിച്ചിട്ടല്ലേ. അയ്യോ അല്ലെങ്കിലും എന്തെങ്കിലും നീ സത്യം ഉണ്ടോടി എന്ന് ചോദിച്ചു. സച്ചിയും രേവതിയും അയാൾ കൂട്ടിക്കൊണ്ടുവന്ന് സത്യം പറയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ ആയുഷ്കാലം മുഴുവനും ഞങ്ങൾ വിഡ്ഢിയാക്കില്ലായിരുന്നോടി നീ എന്നും രവിയേട്ടൻ ചോദിക്കുക. നിന്റെ ഒരു നാടകം അങ്കളെ എന്നും പറഞ്ഞുകൊണ്ട് നേരം അവിടെ നിന്ന് വിളിക്കപ്പോഴത്തേക്കും ചന്ദ്രമതി അവിടെ നിന്ന് പല്ലും കടിച്ചിരിക്കാം. നീ ചെയ്തത് ദൈവം പോലും പൊറുക്കാത്ത തെറ്റാ, അതുകൊണ്ടാ ദൈവമായിട്ട് അദ്ദേഹത്തെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചതെന്നും ശ്രുതിയോട് രേവതി പറഞ്ഞു. ഇനിയിപ്പോൾ പക മൊത്തം രേവതിയോടും സച്ചിയോടും ആയിരിക്കും ശ്രുതിക്ക്. ഇവരുടെ മലേഷ്യൻ കഥകളൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് ഞങ്ങൾ ആരും അറിയാതെ അന്വേഷണം തുടങ്ങിയതാണെന്നും മലേഷ്യയിൽ നിന്ന് വന്ന രണ്ടുപേരെ വിരുന്ന് കൊടുക്കാനാണെന്നും പറഞ്ഞ് ഞങ്ങളിവിടെ എത്തിച്ചു, അതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണെന്നും സച്ചി പറയുക. അവരോട് സംസാരിച്ചാലേ ഇവിടെ കള്ളത്തരമൊക്കെ പൊളിയല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പല്ലുവേദന അഭിനയിച്ച് മിണ്ടാതെ നിന്നതെന്നും സച്ചി പറയുക. അതൊക്കെ കേട്ടപ്പോൾ ശ്രുതിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ചന്ദ്രമതി ഹോ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുക. ഇവൾക്ക് ഒരു പല്ലുവേദനയും ഉണ്ടായിട്ടില്ല, വർഷ കൂട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് പല്ല് എടുപ്പിച്ചതാണെന്ന് രേവതി അന്നേരം പറഞ്ഞു. കള്ളത്തരം കാണിച്ചതിനുള്ള ശിക്ഷ ദൈവമായിട്ട് നിനക്ക് തന്നതാണെന്നും രേവതി അപ്പോൾ പറയാണ്. നീ പഠിച്ച കള്ളി തന്നെയാടി നീ എന്നും പറഞ്ഞിട്ട് രവിയേട്ടനും പറയുക. നീ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ് ഞങ്ങളെ മണ്ടന്മാരാക്കാനും മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്തതെന്ന് രവിയേട്ടൻ ചോദിക്കുക. നിന്നെ ഈ വീട്ടിലൊരു മകളെ പോലെ അല്ലേടി ഞങ്ങൾ കണ്ടേ, പിന്നെ എന്തിനാ ഞങ്ങളോടൊക്കെ നീ ഇങ്ങനെ കാണിച്ചെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പം നമ്മുടെ ശ്രുതി ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോഴേക്കും മിണ്ടിപ്പോകരുത്, ഇപ്പം നിന്നെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണെന്ന് രവിയേട്ടൻ. നീ ആരാ എന്താ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും രവിയേട്ടൻ പറയുവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ തകർന്ന് നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ ചന്ദ്രമതി ഭയങ്കര കലിപ്പിലും. അങ്ങനെ രവിയേട്ടൻ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ശ്രുതിയെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. എന്നിട്ട് പറയടാ, നിനക്കിത് നേരത്തെ അറിയാമായിരുന്നോടാന്ന് ചോദിച്ചു. രണ്ടാളും കൂടെ ചേർന്നാണോ അതൊക്കെ ചെയ്തതെന്ന് ചോദിക്കാം. നീയും കൂടെ ചേർന്നാണോ ഈ നാടകം കളിച്ചതെന്ന്. അച്ഛാ എനിക്കൊന്നും അറിയത്തില്ല എന്നും പറഞ്ഞ് ശ്രുതി. അപ്പോഴത്തേക്കും എടുത്ത് എറിഞ്ഞ് ചവിട്ടി കൂട്ടുക ശ്രുതി അവിടെ ഇട്ട് രവിയേട്ടൻ. എനിക്കൊന്നും അറിയില്ലായിരുന്നു അച്ഛാ, ഇവള് പറഞ്ഞതൊക്കെ ഞാനും വിശ്വസിച്ചതാണെന്ന് ശ്രുതി പറയുവാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും കാലം ഇങ്ങനെ ഒരുത്തിയുടെ കൂടെയാണല്ലോ ഞാൻ ജീവിച്ചത്, എൻ്റെ ദൈവമേ, എന്നെ വിളിച്ച് അധികമായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി തലയെ കൈവച്ചു ഭയങ്കര കരച്ചിൽ. ചന്ദ്ര അന്നേരം ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോഴത്തേക്ക് ശ്രുതി കരയുന്നത് കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് സഹിച്ചില്ല. ചന്ദ്ര തിരിഞ്ഞിങ്ങനെ നോക്കുക മകൻ കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ. അതുവരെ ചന്ദ്ര ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയേ ചെയ്തോളൂ. ഈ സമയത്ത് കണ്ടപ്പോൾ സച്ചിക്കും രേവതിക്കും വിഷമമായി.
ഈ സമയത്ത് ചന്ദ്രമതി ഓരോ കാര്യങ്ങൾ ആലോചിക്കാം. നിന്റെ ഭർത്താവിന് ഷോറൂം തുടങ്ങുന്നതിന് വേണ്ടിയാണ് നിനക്ക് അന്ന് 50 ലക്ഷം രൂപ കിട്ടിയത്, നീ പറയാതിരുന്നതെന്നല്ല നീ അന്ന് എല്ലാവരോടും പറഞ്ഞത്. ഇതിന് നിനക്ക് ഇനി എന്ത് ന്യായമാണ് പറയാനുള്ളത് എന്ന് രേവതി ശ്രുതിയോട് ചോദിക്കുക. ശ്രുതി നിന്ന് കരഞ്ഞു തകരും കേട്ടോ, ഒന്നും മിണ്ടണില്ല. ചന്ദ്രമതി പല്ലും കടിച്ചു പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ എങ്ങനെ ഇരിക്കുന്നു. സച്ചി മലേഷ്യക്കാരൻ, പണക്കാരനച്ഛൻ, ഇതൊക്കെയാണ് മെയിൻ കള്ളം. പിന്നെ ഇളയച്ഛൻ, ജയിലിൽ അച്ഛൻ്റെ മരണം, സ്വത്ത്, കേസ്, ലൊട്ടിലൊടുക്ക്, ഇതൊക്കെ മെയിൻ കള്ളങ്ങൾ. പൊളിയാതിരിക്കാൻ പറഞ്ഞ എക്സ്ട്രാ കള്ളങ്ങളാണെന്നും ഇതൊന്നും നിനക്ക് അറിയില്ലായിരുന്നല്ലോ അല്ലേന്ന് സച്ചി ചോദിക്കുമ്പം ഇല്ലാന്ന് പറഞ്ഞു സുധി. ഇളയച്ഛനെന്നും പറഞ്ഞ് നീ നിന്റെ അമ്മയുടെ വീട്ടിൽ വരെ കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചു. ഞങ്ങൾ സ്വന്തം വീട്ടുകാരെ പോലെ അല്ലേടി അയാളെ സൽക്കരിച്ചതെന്ന് ചോദിക്കുക. ഞങ്ങളുടെയൊക്കെ മുഖത്ത് ചെരുപ്പ് കുഴി അടിക്കല്ലേടി നീ ചെയ്തതെന്നൊക്കെ രവിയേട്ടൻ ചോദിക്കുമ്പോൾ അങ്കിളെ മിണ്ടിപ്പോകരുത്, നീ ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് രവിയേട്ടൻ പറയുക. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതി മിണ്ടുന്നില്ല. അദ്ദേഹത്തെ ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ച് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് എന്തിനായിരുന്നടി എന്ന് ചോദിച്ചു. എന്തിനാടി നീ കള്ളം പറഞ്ഞത്? എന്തിനാ നീ ഇങ്ങനെ ചെയ്തേ? പറയടി, നീ പറയാൻ പറഞ്ഞു. ഞാൻ നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർത്തടി എന്നും പറഞ്ഞുകൊണ്ട് ദേ വന്നില്ലേ ചന്ദ്രമതിയുടെ വക ഡയലോഗ്. അവരുടെ എല്ലാ പോക്രത്തരത്തിനും കൂട്ടു നിന്നിട്ട് ഇപ്പം മിണ്ടാതിരിക്കുന്നോ, അതോ അവൾ ചെയ്താണ് ശരിയെന്ന് വിചാരിച്ച് വാഴി പഴം തിരികിയിരിക്കുകയാണോ എന്ന് സച്ചി ചന്ദ്രമതിയോട് ചോദിച്ചു. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചു സച്ചി. അന്നേരമേ നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അന്നേരത്തേക്ക് ഒച്ച വയ്ക്കൽ. അവിടുന്ന് ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് മാറണം അങ്ങോട്ടെന്ന് പറഞ്ഞ് നേരെ സച്ചിയെ പിടിച്ചൊരു തള്ളം തള്ളി അങ്ങ് ചെല്ലുക. അതും ശ്രുതിയുടെ അടുത്തേക്ക്. എടി കള്ളി, എവിടുന്നാടി നീ വരുന്നേ? പറയടി, എന്താടി നിന്റെ ഉദ്ദേശം? അപ്പോൾ ആൻറ്റി പ്ലീസ് എന്നും പറഞ്ഞു ശ്രുതി. ആരാടി നീ? എന്താടി നിന്റെ ഉദ്ദേശം? എന്തിനാടി ഇവിടെ കടന്നുകൂടിയത്? പറയടി എന്നൊക്കെ പറഞ്ഞു. നീ ഒരു സാധാരണ പെണ്ണല്ലാന്ന് എനിക്ക് മനസ്സിലായടി എന്നൊക്കെ പറഞ്ഞ് നിന്റെ കള്ളൊന്നും ഇവിടെ നടക്കത്തില്ല എന്നും പറഞ്ഞു. മറ്റെന്തോ ലക്ഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്ന സൂത്രശാലിയാണ് നീ എന്നും ചന്ദ്രമതി പറഞ്ഞ് ശ്രുതിയെ എടുത്തിട്ട് അടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒലച്ച് ചവിട്ടി കൂട്ടി 1 വർഷത്തിലധികമായിട്ട് നീ ഞങ്ങളുടെ മുന്നിൽ വേഷം കെട്ടി അഭിനയിക്കായിരുന്നല്ലേടി എന്ന് ചോദിച്ചു. ഒരു സാധാരണ പെണ്ണിന് ഇങ്ങനെയൊന്നും പറ്റില്ല. ആരാടി നീ? ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആൻറ്റി വിളിച്ചു പോകരുത് നീ എന്നെ അങ്ങനെ. ഇപ്പോൾ രവേട്ടന് ആരും ഒന്നും മിണ്ടുന്നില്ല. ചന്ദ്രമതി കൊടുക്കുക ശരിക്കും. രേവതിയൊക്കെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. ആൻറ്റി എന്ന് വിളിച്ച് പുറകെ കൂടി എൻ്റെ സ്നേഹവും പിടിച്ചു പറ്റി ഒടുവിൽ എൻ്റെ മൂർധാവിൽ തന്നെ അടിച്ചു അല്ലേടി എന്നും ചോദിച്ച് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു. മനുഷ്യരാകുമ്പോൾ കള്ളമൊക്കെ പറയും, കള്ളത്തരം കാണിക്കാത്ത ആൾക്കാരും ഇല്ല. പക്ഷേ ഇവളെ പോലെ ആരെങ്കിലും ഉണ്ടോ? പറയുന്നത് മുഴുവനും കള്ളം, വാ തുറന്നാ കള്ളം. എന്താടി ഇത്? ഒരു തവണ നിനക്ക് ഞാൻ താക്കീത് തന്നതാ, എന്നിട്ട് നീ പഠിച്ചില്ലല്ലേടി? അപ്പോഴത്തേക്കും ശ്രുതി നിന്ന് ഭയങ്കര കരച്ചിൽ. ശ്രുതിയാണ് ഒരു അക്ഷരം മിണ്ടാതിരുന്ന കരച്ചിൽ. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകള് എന്ന് നാഴികയ്ക്ക് 40 വട്ടവും ഞാൻ പറയുമായിരുന്നു. എൻ്റെ ശ്രുതിയെപ്പോലെ ഒരു മരുമകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്ന്. ഈ വീട്ടിലുള്ളതുപോലെ ഒരു മരുമകൾ ഈ നാട്ടിൽ വേറെ ഒരു വീട്ടിലും കാണില്ല എന്ന് ഞാൻ പാടി നടന്നു. പക്ഷേ ഇന്ന് നീ എന്നെ ചെരുപ്പൂരി അടിച്ചു. ഇപ്പം ആൻറ്റി എന്ന് വിളിക്കുമ്പം നിർത്ത്, എന്നെ അങ്ങനെ വിളിച്ചു പോകരുതെന്ന് ചന്ദ്രമതി പറയാം. ഇങ്ങനെ മിനിറ്റിന് നിനക്ക് കൊള്ളം പറയാൻ പറ്റുന്നത് എങ്ങനെയാടി? സമ്മതിക്കണോടി നിന്നെ. നീ ചില്ലറക്കാരിയല്ല. കുടിച്ച വെള്ളത്തിൽ പോലും നിന്നെ വിശ്വസിക്കാനും കൊള്ളില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ നിന്നെയൊക്കെ ആണല്ലോടി ഞാൻ ഇത്രയും കാലം തലയിൽ കൊണ്ട് നടന്നത്. എനിക്ക് എന്നോട് പുച്ഛം തോന്നുകടി, വെറുപ്പാടി എനിക്ക് എന്നോട് തന്നെ തോന്നുന്നതെന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രമതി കൊടുക്കുക. അപ്പം നിന്റെ കൊര വിളിച്ചുകൊണ്ട് വന്നിട്ട് നീ ഞങ്ങളെ കൊണ്ട് വെച്ച് വിളമ്പിച്ചില്ലേടിന്ന് ചോദിച്ചു. കരണക്കുറ്റിയൊക്കെ നോക്കി അടിക്കുക. എന്തൊരു ധൈര്യം അടി നിനക്കെന്ന് ചോദിച്ചു. എടുത്തിട്ട് കൊടുക്കുക. അടിച്ചടിച്ചടിച്ചടിച്ച് പരിധിയില്ലാതിട്ട് അടിക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തടി? എന്നെ പോലെ നീ പറഞ്ഞു പറ്റിച്ചില്ലേടി എന്ന് ചോദിച്ചു. പിടിച്ചൊരൊറ്റ തള്ള്. നിന്നെക്കുറിച്ച് ഞാൻ ഇവരുടെ എല്ലാവരുടെ മുന്നിൽ എന്തോരം വാഴ്ത്തി പാടിയതടി. അവളുടെ മലേഷ്യ, അച്ഛൻ, ഇളയച്ഛൻ, മണ്ണാം കോട്ട എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി. ശ്രുതി അന്നേരം ശ്രുതിയുടെ മുന്നിൽ കിടന്ന് ചങ്ക് പൊട്ടി കരയാം. ശ്രുതിയും ഒരു ഇതില്ലാണ്ട് നോക്കിയിരിക്കാം. 3 മരുമക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിന്നെയായിരുന്നു. എന്നോട് തന്നെ നീ ഇത്രയും വലിയ കൊടുംചതി ചെയ്തില്ലേടി എന്ന് ചോദിച്ചു. ആരും ഒരു ഊസലും ഇല്ലാതെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഭയങ്കര ആക്ഷനും കാര്യങ്ങളായിട്ട് നമ്മുടെ ശ്രുതി. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാൻ പറയാം. അവൾ കിടക്കുന്നത് കണ്ടില്ല, ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ്. പാവം എൻ്റെ മോൻ, അവൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തേ? എന്തിനാടി അവനെ ഇങ്ങനെ ദ്രോഹിച്ചത്? നീ പറയുന്നതൊക്കെ വിശ്വസിച്ച് ഒരു തലയാട്ടി ബൊമ്മയെ പോലെ തലയാട്ടി നിൻ്റെ കൂടെ നിന്നില്ലേടി? അവനെ നീ ചതിച്ചില്ലേടി എന്നും ചോദിച്ച് എല്ലാ കാര്യങ്ങളും ചോദിക്കും. അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുവാട്ടെ. എനിക്കും ചിലത് പറയാനുണ്ട്, ഞാൻ പറയുന്നതൊന്ന്. അപ്പം നീ ഒന്നും പറയണ്ടടി, നീ ഇനി ഒന്നും പറയണ്ട. നീ എന്താ പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാവുന്ന ഇനി നീ കരുതണ്ടടി.
പേരും കള്ളി എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ സുധി എന്നും പറഞ്ഞിട്ട് ശ്രുതി നേരെ സുധിയുടെ അടുത്തേക്ക് ചെല്ലുക. ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ മാറി നിക്കടി അങ്ങോട്ടെന്നും പറഞ്ഞിട്ട് പിടിച്ചൊരൊറ്റ ഉന്തും തള്ളും. എൻ്റെ മോനോട് സംസാരിക്കാൻ നിന്നാ കൊന്നു കളയുന്നതിനെ ഞാൻ. നിനക്കിനി ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇനി നിന്നെ ഈ വീട്ടിൽ നിർത്തിയാ ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാകും. ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്. ആൻറ്റി ഞാൻ എങ്ങോട്ട് ഇറങ്ങി പോകാനാണ് നിന്നോട് പറഞ്ഞേ. അപ്പോഴത്തേക്കും അങ്കിളെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുന്ന ആൻറ്റിയോട് ഒന്ന് പറ അങ്കിളെ പ്ലീസ് എന്നോട് ക്ഷമിക്കുക അങ്കിളെ എന്ന് പറയുമ്പം മുരടി ക്ഷമിക്കാനോ? നിന്നോടോ? പലവട്ടം നിന്നോട് ക്ഷമിച്ചതാ. അത് തെറ്റായി എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നീ അവനെ കണ്ടോ? എൻ്റെ മോനെ കണ്ടോടി നീ? അവൻ്റെ കണ്ണുകളിലേക്ക് നീ ഒന്ന് നോക്കടി. ഇതിനു മുൻപ് അവനെ നീ ഇങ്ങനെ കണ്ടിട്ടുണ്ടോടി? എൻ്റെ മോൻ പണത്തിന് ആർത്തിയുള്ളവനായിരിക്കും, മണ്ടനായിരിക്കും. നീ പറഞ്ഞതുപോലെ ഒന്നിനും കൊള്ളാത്തവനുമായിരിക്കാം. പക്ഷേ ദേ ഈ ഇരിക്കുന്നവൻ എൻ്റെ മോനടി. ഇവനെ നീയെന്ന് പറഞ്ഞ ജീവനാണെന്നുള്ള കാര്യം രവിയേട്ടൻ ഇങ്ങനെ പറയുന്നു. നിന്നെ അവൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. പക്ഷേ നീ അവനെ വെറും ഒരു പാവയാക്കി കളഞ്ഞില്ലേടി എന്ന് രവിയേട്ടൻ ചോദിക്കുക. ശ്രുതി അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതുവരെ ശ്രുതിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അയ്യോ അങ്കിളെ അങ്ങനെയൊന്നും അല്ല അങ്കിളെ എന്ന് മിണ്ടിപ്പോകരുത്. നീ നിനക്ക് അവനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അവനോട് ഇങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല. സത്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞേനെ. എന്തുകൊണ്ട് നീ ഇത് നേരത്തെ പറയാതിരുന്നു? സത്യം പറയടി, നീ എന്തുകൊണ്ട് അവനോട് ഇതൊന്നും പറയാതിരുന്നത് നീ ചോദിച്ചു. അതിന് മിണ്ടാട്ടമില്ല ശ്രുതിക്ക്. മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സമയത്ത് അതെ 3 മക്കൾക്കും അവർക്ക് ചേരുന്ന ഭാര്യമാരെ കിട്ടിയതിൽ ചെറിയൊരു അഹങ്കാരമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. മക്കളും അവരുടെ ഭാര്യമാരും സന്തോഷത്തോടെ ജീവിക്കുന്നതിനപ്പുറം അച്ഛനമ്മമാർക്ക് മറ്റെന്തു ഭാഗ്യമാണ് വേണ്ടേ? അതിൽ ഞാൻ ഒരുപാട് അഹങ്കരിച്ചിരുന്നു. പക്ഷെ നീ ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം കെടുത്തി കളഞ്ഞു. കുടുംബത്തിൻ്റെ സമാധാനവും നീയായിട്ട് കെടുത്തി. എങ്ങനെ ക്ഷമിക്കോടി നിന്നോട് ഞങ്ങൾ? അപ്പോൾ അങ്കിൾ പ്ലീസ് അങ്കിൾ എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്കിളെ എന്ന് പറഞ്ഞ് വിളിച്ച അവനെ ചതിച്ചിരിക്കുന്ന മറ്റാരുമല്ല, അവൻ്റെ സ്വന്തം ഭാര്യ തന്നെയാണെന്നും അവനെ എല്ലാവരും കളിയാക്കാറുണ്ട്, പരിഹസിക്കാറുമുണ്ട്. അന്നൊന്നും അവൻ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നിൻ്റെ ഈ പരിഹാസം അത് ഒരുപാട് കൂടിപ്പോയി. അവനത് സഹിക്കാവുന്നതിനപ്പുറമാണെന്നും രവിയേട്ടൻ പറയുവാണ്. എൻ്റെ മോൻ നിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയോടി നിന്നോട് ക്ഷമിക്കുക എന്ന് രവിയേട്ടൻ ചോദിച്ചപ്പോഴത്തേക്ക് എന്ത് നമ്മുടെ ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുക. അതുപോലെ തന്നെ രേവതിയോട്, രേവതി നീ എങ്കിലും ഒന്ന് പറ, എന്നെ ഇറക്കി വിടരുതെന്ന് നീ എങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. മാറടി അങ്ങോട്ടെന്ന് പറഞ്ഞോണ്ട് രവിയേട്ടൻ ചെന്ന് ഒരു ഒറ്റ തള്ള്. നീ എന്തിനാ രേവതി മോളുടെ മുന്നിൽ കൈകൂപ്പി യാചിക്കുന്നേ? ചന്ദ്ര രേവതിയെ വഴുകു പറയാത്ത ദിവസങ്ങളില്ല, കളിയാക്കാത്ത കുറ്റം പറയാത്ത ദിവസങ്ങളില്ല. രേവതി ഒരു കാശില്ലാത്ത വീട്ടിലെ പെണ്ണായതുകൊണ്ടല്ലേ ഇവളിങ്ങനെയൊക്കെ പെരുമാറിയത്? നീ ഇതെല്ലാം കണ്ടിട്ട് ആസ്വദിക്കായിരുന്നില്ലേടി? പറയടി, നീ ഇതൊക്കെ കണ്ട് ആസ്വദിക്കായിരുന്നില്ലേ എന്ന് രവിയേട്ടൻ ചോദിച്ചു. കയ്യിൽ കാശില്ലാത്ത നീ പണക്കാരിയായിട്ട് അഭിനയിച്ച് ചന്ദ്രയ്ക്ക് കൂട്ടുനിന്നല്ലേടി? എന്നിട്ട് നിന്റെ അഭിനയം പാളിയപ്പോൾ രേവതി മോളുടെ മുന്നിൽ കൈകൂപ്പി നിന്ന് വേറൊരു അഭിനയം അല്ലേടി? നോഹണമില്ലടി നിനക്ക്? അപ്പോഴത്തേക്കും സച്ചി നമ്മളോട് ഇങ്ങനെ അവിടെ നിൽക്കുക. ദേ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടടി ഇവിടെ. നീ ഇനി കൂടുതൽ കിടന്ന് അഭിനയിക്കേണ്ട. അപ്പോഴത്തേക്ക് ആൻറ്റി ഇത്തവണയും കൂടി എന്നോടൊന്ന് ക്ഷമിക്കുക ആൻറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നിർത്തടി, നിന്റെ നാടകങ്ങൾ ഞാൻ നിർത്തി തരാടി എന്ന് പറഞ്ഞ് മുടിക്കുത്തിന് പിടിച്ചതേ ശ്രുതിയേയും കൊണ്ട് പോവുക. ആൻറ്റി ഞാനൊന്ന് പറയട്ടെ ആൻറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നീ ഒന്നും പറയണ്ട. ഇത്രയും കാലം നീ പറഞ്ഞ കള്ളങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു. ഇനിയും ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ വിഡ്ഢികളാക്കാൻ നീ നോക്കണ്ട. ഇനി വീട്ടിൽ ഒരു നിമിഷം പോലും നീ നിൽക്കരുത്. നിന്നെ കാണുന്നതേ എനിക്ക് ആർപ്പ വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് പെരുവഴിയിലേക്ക് കൊണ്ട് വലിച്ചെറിയാനായിട്ട് കൊണ്ടുപോകും. അപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ കൈ പിടിപ്പിച്ചിട്ട് നേരെ സുധിയുടെ അടുത്തേക്ക് വരും. സുധി എന്നും പറഞ്ഞ് വിളിച്ചു. സുധിയും മിണ്ടില്ല. അപ്പോൾ സുധിയെ വിട്ട് ഞാൻ പോവില്ല സുധി എന്ന് പറഞ്ഞ് കരച്ചില്ല. സുധി അനങ്ങി പോലും ഇല്ല. വാടി ഇവിടെ എന്നും പറഞ്ഞ് നീ ഈ വീട്ടിൽ നിൽക്കുന്ന ഇനി ആപത്ത, നിന്നെ ഇനി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് ചന്ദ്രമതി പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടുവന്ന് ഗേറ്റിന് പുറത്തേക്ക് ഒരു ഒറ്റ തള്ളായിരുന്നു ശ്രുതിയെ. കാറി കൂവി ശ്രുതി ഇങ്ങനെ എല്ലാവരെയും നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.